ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ചാറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ടോപ്പിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്നില്ല, എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഉദാഹരണം മ്യൂസിക്, റീഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നിനക്ക് ഏത് മ്യൂസിക്കാണ് ഇഷ്ടം, അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടമാണോ, ആരാണ് നിൻ്റെ ഫേവറേറ്റ് സിംഗർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതുമായി തുടർന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ റീഡിംഗ് ഹാബിറ്റുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, നിൻ്റെ ഫേവറേറ്റ് ഓഥർ ആരാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു കോൺവെർസേഷനും മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഒരു ഫേവറേറ്റ് ബുക്കിനെ കുറിച്ചോ ഫേവറേറ്റ് ഓഥറിനെ കുറിച്ചോ ഒക്കെ പറയുന്ന സമയത്ത് അതിനെപ്പറ്റി നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കാവുന്നതാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ പറയുകയാണ് എനിക്ക് ഇന്ന നോവലാണ് കൂടുതൽ ഇഷ്ടം, അപ്പോൾ ആ നോവലിനെ പറ്റി അതിലെന്താണ് തീം വരുന്നത്, അതിലെന്താണ് കഥ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു കോൺവെർസേഷൻ കൂടുതൽ സമയം നീണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു ചാറ്റിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ഹോബീസിനെ കുറിച്ചിട്ടാണ്. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താണെന്നുള്ളത് ചോദിക്കുക. ചില ആളുകൾക്ക് ചിത്രം വരയ്ക്കുന്നതാവാം, ചില ആളുകൾക്ക് ട്രാവലിംഗ് ചെയ്യുന്നതായിരിക്കാം, ചില ആളുകൾക്ക് നല്ല നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവരുടെ ഹോബി പറയുന്ന സമയത്ത് അതിനെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ ട്രാവലിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുക, ഡ്രീം പ്ലേസ് ചോദിക്കുക, ആ സ്ഥലം ഇഷ്ടപ്പെടാൻ എന്താണ് റീസൺ എന്നുള്ളത് ചോദിക്കുക, എന്നാണ് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്നുള്ളത് ചോദിക്കാം. അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ ആ വ്യക്തിയെ എവിടെ നിന്നാണ് പരിചയപ്പെട്ടത് എന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടം എന്നുള്ളത് ചോദിക്കാം. ഫാമിലി മെമ്പേഴ്സിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ചാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും മെസ്സേജ് ചെയ്യുന്ന സമയത്താണെങ്കിലും ചോദിക്കാൻ പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി എന്താണ് എന്നുള്ളത് ചോദിക്കുക. ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടിപ്പ് എന്ന് പറയുന്നത് മേക്ക് ഹെർ ലോഫ് എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് ഡയറക്റ്റ് ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ചാറ്റിങ്ങിലൂടെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ചെറിയ ചെറിയ ഫൺ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ചെറുതായിട്ട് ചിരിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ തഗ്ഗൊക്കെ അടിച്ചുകൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചാറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞതിന് എന്തെങ്കിലുമൊക്കെ മറുപടി റെസ്പോണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ അയച്ചുകൊണ്ട് അവരെ ചിരിപ്പിക്കുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും. അത്തരത്തിലുള്ള ഒരു കോൺവെർസേഷനും സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മെസ്സേജ് അയക്കുന്ന സമയത്തും അതുപോലെ തന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ അവരുടെ ടൈം കൂടി നോക്കണം. നമ്മൾ ആ ചൂസ് ചെയ്യുന്ന സമയം അവർ ഫ്രീ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയം, ആ ബിസി ആയിട്ടുള്ള ടൈമിൽ നമ്മൾ വിളിച്ച് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ തിരക്കിലായിരിക്കും. അപ്പോൾ അവർ ബിസി ആണോ അല്ലയോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സംസാരിക്കുക. മേ ബി ചിലപ്പോൾ കിച്ചണിൽ വളരെയധികം തിരക്കുള്ള ഒരു സമയത്തായിരിക്കും നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. ആ സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരിക്കത്തില്ല. ആ സമയത്ത് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊന്നും സംസാരിക്കാതിരിക്കുക. അവർ ഫ്രീ ആണ്, അവൈലബിൾ ആണ് എന്നുള്ള കാര്യം
നിങ്ങൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തുന്നത് വളരെയധികം നന്നായിരിക്കും എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ ഒരു 5-6 ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൺവെർസേഷൻ ഒരുപാട് ടൈം നീട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് നല്ലൊരു ലിസണർ ആയിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, നമുക്ക് ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.